ഇന്നത്തെ നമ്മുടെ വീഡിയോയെ എത്ര വെളുത്ത മുടികളും 1 മിനിറ്റ് കൊണ്ട് കട്ട കറുപ്പാക്കി എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. ഹെയർ ഡൈ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഹെന്ന പൗഡറോ നീലാമരിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കൂടെ തന്നെ ഉള്ളില്ലാത്ത മുടി ഈ കാണുന്നത് പോലെ പനങ്കുല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിൽ എൻ്റെ മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഏകദേശം 1 വർഷം കൊണ്ട് മോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമൊക്കെ തീരെ ഉള്ളില്ലാത്ത മുടി. ഇപ്പൊ നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, നല്ല പോലെ തന്നെ മുടി വളർന്നു കിട്ടിയിട്ടുണ്ട്. ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കുന്നത് ബേ ലീഫ് വെച്ചിട്ടാണ്. ഹെന്ന പൗഡറോ നീലാമരിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബേ ലീഫ് വെച്ചിട്ട് മുടി കറുപ്പിച്ചെടുക്കാം. അത് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. ഏകദേശം 1 കൈപ്പിടി അളവിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂണോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറിവേപ്പില ചേർത്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി വളരുമെന്ന് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്ത് നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. 1% പോലും കെമിക്കൽ ചേർത്തിട്ടില്ല. 100% നാച്ചുറലാണ്. മാത്രമല്ല എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാം വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ ഇതുപോലൊരു ഹെയർ പാക്ക് തയ്യാറാക്കി നമ്മുടെ ആ ഒരു സ്കാലപ്പിലും മുടിയിലും ഒക്കെ നല്ല പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ ഷാമ്പു ഉപയോഗിക്കുന്നത്, നല്ല ഹാഷായിട്ടുള്ള ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട. താളിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബേബി ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് ബേ ലീഫ് ആണ് കേട്ടോ. 1-2 ബേ ലീഫ് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ ഡൈ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു 2 ബേ ലീഫ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ഞി വേണം. കോട്ടൺ ഉണ്ടല്ലോ, ആ കോട്ടൺ നല്ല പോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പരത്തി ഒന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബേ ലീഫ് ഇട്ടിട്ട് ഒരു തിരി പോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. കോട്ടൺ എത്രത്തോളം കുറച്ചെടുക്കാമോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. ഇനി ഒരു മൺചിരാതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിരി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കാച്ചെണ്ണകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലപോലെ ആ തിരി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിനി തിരി ഒന്ന് കത്തിച്ചു വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു തിരിയുടെ കരിയാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഒരേ അളവിലുള്ള 2 ഗ്ലാസ് എടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം അതിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരി മുഴുവൻ കത്തി തീരുമ്പോഴേക്കും നമ്മൾ കമത്തി വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കരി കിട്ടും. ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രം എടുക്കരുത് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് വെക്കേണ്ടത്. ഏകദേശം ഒരു 1-2 മണിക്കൂർ ഈ ഒരു കരി ഇരുന്ന് കത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നിറച്ചും കരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ചുരണ്ടിയെടുത്ത് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഈ ഒരു കരി നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും പറ്റിയാൽ പോലും കഴുകിയാലൊന്നും പോകില്ല. 2-3 പ്രാവശ്യം നല്ല പോലെ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ നല്ല പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മുടികളെല്ലാം കറുത്ത് കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മൾ ആ കരിയെല്ലാം ചുരണ്ടിയെടുത്ത് ഒരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് മുടി കറുപ്പിക്കേണ്ടത് ആ ഒരു സമയത്ത് കറുപ്പിച്ചെടുക്കാം. ഈ ഒരു പൊടി ഉപയോഗിച്ച് നമ്മുടെ വെളുത്ത മുടികളെ 2 രീതിയിൽ കറുപ്പിച്ചെടുക്കാം. ആദ്യത്തെ രീതി കുറച്ച് പൊടി നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ വെളുത്ത മുടികൾ എവിടെയാണോ അവിടെ ഒന്ന് തടവി കൊടുക്കുക. ചിലർക്കൊക്കെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് കുറച്ച് മാത്രം വെളുത്ത മുടികളുണ്ടാവും. അല്ലെങ്കിൽ ഉള്ളിലേക്കായാലും കുറച്ച് മുടികളൊക്കെ വെളുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് കേട്ടോ നല്ലത്. ഇതുപോലെ ഉള്ളം കൈയിൽ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ആ വെളുത്ത മുടികളുള്ള ഭാഗത്ത് നല്ല രീതിയിലൊന്ന് തടവി കൊടുത്താൽ മതി. കഴുകിയാലൊന്നും ആ ഒരു കറുപ്പ് പോകത്തില്ല. ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കുന്ന ആ ഒരു കറുപ്പ് കളർ എത്ര നമ്മൾ വെള്ളം ഒഴിച്ചിട്ടും പോകുന്നില്ല. നല്ലപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് പോലും പോകുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ നിങ്ങളുടെ മുടിയിലും കറുത്ത് കിട്ടും. മുടിയിൽ പിടിച്ചിട്ടുള്ള കളർ പോകണമെങ്കിൽ 2-3 പ്രാവശ്യം ഷാമ്പൂ ഇട്ട് നല്ലതുപോലെ കഴുകിയാൽ മാത്രമേ ആ ഒരു കറുപ്പ് കളർ പോവുകയുള്ളൂ. ഇനി ചിലർക്കൊക്കെ തോന്നും നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി തുടയ്ക്കുന്ന സമയത്ത് തോർത്തിലൊക്കെ ആകുമെന്നുള്ളത്. ഒന്നും ആവില്ല കേട്ടോ. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് തുടച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച്
തുടച്ചാലും ആ ഒരു കളറ് കയ്യിൽ തന്നെയുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുടിയും നല്ല പോലെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതേ നോക്കിയാൽ നമ്മൾ കഴുകിയ വെള്ളമാണ്, അതിൽ പോലും ഒട്ടും തന്നെ കറുപ്പായിട്ടില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ ആ കറുപ്പ് കളർ കിട്ടും. ഞാൻ ഈ ഒരു കൈ 2 or 3 പ്രാവശ്യം ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് പോലും ആ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രത്തോളം എഫക്റ്റ് ആയിരിക്കും നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആ ഒരു പൊടിയിലേക്ക് ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കി ഓയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് എപ്പോഴും നല്ലത്. അതാകുമ്പം അപ്ലൈ ചെയ്താൽ അവിടെ തന്നെ സ്റ്റിക്കായിട്ടിരിക്കും കേട്ടോ, എങ്ങും പറ്റി പിടിക്കുകയോ ഒലിച്ചിറങ്ങുകയോ ഒന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് മുടിയിലേക്ക് നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നോർമൽ രീതിയിൽ മുടി കോംബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് മുടി കഴുകിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ.